ഫുൾ എങ്ങനെയാ ഇപ്പൊ പറയാ, ഒരു ഫുൾ ത്രില്ലർ ജോണറിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ത്രില്ലറല്ല, നമ്മൾ ഈ അയ്യപ്പനും കോശിയിലൊക്കെ കണ്ടപ്പോ നമുക്കൊരു സംഭവം ഉണ്ട്, അത് എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എന്തായാലും അഡ്രിനാലിൻ റഷ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് സ്റ്റോറിയിലാണെങ്കിലും അത് മേക്കിങ്ങിലാണെങ്കിലും ആ ഫ്രെയിംസും അത് നമ്മൾ ശരിക്കും നമുക്കൊരു അഡ്രിനാലിൻ റഷ് എന്തായാലും ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്റർ മസ്റ്റ് വാച്ച് അല്ലേ? തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ആക്ച്വലി ഷമിച്ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും, ഷമിച്ചേട്ടനാണോ ഇത് അല്ലേ? ഷമിച്ചേട്ടൻ ഷമിച്ചേട്ടൻ ചെയ്ത കഥാപാത്രം ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇപ്പൊ വിലായത്ത് ബുദ്ധയുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് കവർ എന്ന് പറയുമ്പോൾ വിലായത്ത് ബുദ്ധ മരം, ഒരു കട്ടിലുണ്ട്, അതിൽ ഭാസ്കരൻ മാഷും ഉണ്ട്. ഭാസ്കരൻ മാഷിന്റെ കഥയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് പേഴ്സണലി ഷമിച്ചേട്ടൻ ഇങ്ങനെ ഭാസ്കരൻ മാഷായിട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വേറെ ആരും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭാസ്കരൻ മാഷ് തന്നെ. ആ ശബ്ദമാണെങ്കിലും ആ എല്ലാം എന്താ, ഒരു ലെജൻഡറി ആക്ടർ ആണല്ലോ. ലെജൻഡറി ആക്ടറിന്റെ മോനാണ്, സ്വന്തം ഒരു ലെജൻഡറി ആക്ടറാണ്, ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഷമിച്ചേട്ടൻ പെർഫോം ചെയ്യണത് കാണുന്നത് തന്നെ ഒരു പെർഫോം ചെയ്യുന്നത് പോട്ടെ, ഷമിച്ചേട്ടൻ വെറുതെ ഡബ് ചെയ്യുന്നത് തന്നെ കേൾക്കാൻ രസമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും അടിപൊളിയാണ്. ബോണ്ട് ആക്ടർ അല്ലേ? ഈ പറയുന്ന പോലെ ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല സച്ചിച്ചേട്ടനെ കുറിച്ചിട്ട് അല്ലെ. മൂവിന്റെ ഒരു ആദ്യം ചേട്ടന്റെ പ്രോജക്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അത് വീണ്ടും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഫീലിങ്? സച്ചിച്ചേട്ടനെ എനിക്ക് ഇതുവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. രാജുവേട്ടനൊക്കെ ആയിട്ട് പക്ഷെ നല്ല അടുപ്പവും. ജയൻ ചേട്ടൻ ഡയറക്ടർ ആണെങ്കിലും ജയൻ ചേട്ടനായിട്ടാണെങ്കിലും ഇപ്പൊ ഇതിൽ അനുമോഹൻ ഉണ്ട്, അനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഭാസ്കരൻ മാഷിന്റെ മോനായിട്ട്. അനി അയ്യപ്പനും കോശിയിലുള്ളത് കൊണ്ട് അനിക്കും കുറെ കഥകൾ ഉണ്ടാവും സച്ചിച്ചേട്ടനായിട്ട്. ബട്ട് എനിക്ക് സച്ചിച്ചേട്ടൻ ഇതുവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഈ ഡയറക്ടറിന്റെ ഒരു പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ആസ് എൻ ആക്ടർ നമ്മൾ ആഗ്രഹിക്കില്ലേ? ഞാനിപ്പോൾ ഈ അയ്യപ്പനും കോശിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എന്ത് രസമാ പടം, എന്ത് രസമാ പടം. ഞാൻ ഇങ്ങനത്തെ സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടർ സച്ചിച്ചേട്ടന്റെ കഥയിൽ എപ്പോഴെങ്കിലും ഒരു ഭാഗമാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ജെന്യുവിൻലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന് നടക്കില്ല. ബട്ട് വിലായത്ത് ബുദ്ധ സച്ചിച്ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം പ്രൊജക്റ്റും കൂടിയാണല്ലോ ഇപ്പോൾ. എൻ്റെ മോർ ദാൻ എ ഡ്രീം കം ട്രൂ ആണ് എനിക്ക് വിലായത്ത് ബുദ്ധ. അപ്പോൾ എവിടേക്കോ നമ്മുടെ ഡ്രീംസ് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്തോ സച്ചിച്ചേട്ടനെ എവിടേക്കോ വെച്ച് ഞാൻ മീറ്റ് ചെയ്ത പോലെ തന്നെയാണ് വിലായത്ത് ബുദ്ധ നടന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ ഇത് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പൃഥ്വിരാജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊതുവെ പലർക്കും സംസാരിക്കാനും ഒക്കെ ഒരു ആളുടെ എന്തായിരിക്കും റിപ്ലൈ, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആളായിട്ട് കോമ്പിനേഷൻ സീൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴും എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്തായിരുന്നു പൃഥ്വിരാജിനെ കുറിച്ചിട്ട്? ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്തപ്പോൾ മാറിയ ആ തെറ്റിദ്ധാരണ എന്തായിരുന്നു? എനിക്ക് അങ്ങനെ തെറ്റിദ്ധാരണയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ കൂടുതൽ രാജുവേട്ടനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഭയങ്കര മെമ്മറി പവറാണ്, ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, 3 പേജ് 4 പേജ് ഡയലോഗ് ഒറ്റരിപ്പിന് തെറ്റിക്കാണ്ട് പറയും, ഭയങ്കര നോളജബിൾ ആണ്, ലൈറ്റോ ലെൻസോ എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര നോളജാണ്. ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യമാണെന്ന് പോയി ഞാൻ മനസ്സിലാക്കി. മെമ്മറി പവറിനെ കുറിച്ചിട്ട് അയ്യോ, അതും ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ, നമ്മളെക്കാളും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത തരം തിരക്കായിരിക്കുമല്ലോ ആൾക്ക്. എന്നിട്ടും സമയം കണ്ടെത്തി അത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുമ്പോൾ നമുക്കും തോന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഡയലോഗ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പഠിക്കും, നന്നായി പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, പിന്നെ മറക്കത്തില്ല. വണ്ടർ അടിച്ചു പോയോ? അതെനിക്ക് തോന്നുന്നു ചിലവർക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടല്ലോ, അത് രാജുവേട്ടൻ അതായിരിക്കും. നമ്മൾ എന്തിനൊക്കെ കാണുന്ന പോലെ അല്ലേ? ശരിക്കും നമ്മള് എക്സാമിനൊക്കെ ഇങ്ങനെ ആലോചിക്കും അല്ലേ? അതുപോലെ അത് ഇതാണ് ശരിക്കും. എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ ആലോചിക്കാറുണ്ടോ? മറ്റേ ബുക്ക് എടുത്തിട്ട് എല്ലാരും ആലോചിച്ചു പോലെ എന്ത് എളുപ്പമായേനെ അല്ലേ? അതെ. ശരിക്കും അത്രയ്ക്ക് ഭയങ്കര മെമ്മറി പവർ ആണല്ലേ? ആക്ച്വലി നല്ല മെമ്മറി പവർ ഉണ്ട്. ആൻഡ് ചിലപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ രസമാണ് രാജുവേട്ടനോട് വർക്ക് ചെയ്യാൻ. ഗുഡ് ക്വാളിറ്റി അഡാപ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ?
ഫ്രം പൃഥ്വിരാജ്? ബേസിക്കലി ഇപ്പോൾ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഗുഡ് ആക്ടർ ആവണമെങ്കിൽ നമുക്ക് ആക്ടിങ്ങിനെ കുറിച്ച് മാക്സിമം ധാരണ വേണം, അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല ആക്ടറാവും. പക്ഷെ രാജുവേട്ടനെ കണ്ടിട്ട് മനസ്സിലായത് ആക്ടിങ് മാത്രമല്ല, ടെക്നിക്കലിയും നമ്മൾ മാക്സിമം എത്രത്തോളം നമുക്ക് നോളജ് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുക. മനസ്സിലായി. അതായത് എനിക്കൊരു ഗുഡ് ആക്ടർ ആവണമെങ്കിൽ എനിക്ക് ക്യാമറയെ കുറിച്ചും ലൈറ്റിങ്ങിനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് അത്രയും തന്നെ ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ആസ് എൻ ആക്ടറും അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ഞാൻ ശരിക്കും കണ്ട് പഠിച്ചത് രാജുവേട്ടനായിരുന്നു. അതെ. പ്രിയംവദയ്ക്ക് ഒരു റോൾ മോഡൽ ഉണ്ടോ? എന്ത് രീതിയിലാണ്? മൊത്തത്തില് ഇപ്പം ആക്ടിങ്ങിൽ ഒരു ആക്ട്രസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടോ? ഒരു ആർട്ടിസ്റ്റ് ആണ് പ്രിയമത, അപ്പോൾ അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ടോ ലൈഫിൽ? എനിക്ക് അങ്ങനെ റോൾ മോഡലായിട്ട് ഞാൻ ഇതുവരെ ആരും ആലോചിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്, അല്ലാണ്ട് റോൾ മോഡൽ എന്ന്. ഒരു ഫാൻ ഗേൾ ആണ് ഞാനെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആരുടെ ഫാൻ ഗേൾ? ഉർവശി ചേച്ചിയുടെ. അതെ, കഥാപാത്രങ്ങൾ ഏറ്റവും ഉർവശി ചേച്ചി ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഐക്കോണിക്. വേറെ ഉർവശി ചേച്ചി ഇല്ല, ഉണ്ടാവൂല. മിക്കവരും പറയുമല്ലോ ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ ഒരു റോളെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയും. ലെജൻഡറി ആക്ട്രസ് ആണ്. അയ്യോ, അത് ബിഗ് ഫാനാണ്. ഭയങ്കര ബിഗ് ഫാൻ. അങ്ങനെ ഒരു ഫേവറേറ്റ് ഒരു 4-5 പടങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലോട്ട് വരുന്നത്. ഇപ്പോ മിഥുനമുണ്ട്, പിന്നെ ഇപ്പൊ ഈ അടുത്ത് പറയാ ചുള്ളൊഴുക്കുണ്ട്, പിന്നെ അത് ആക്ടിങ് ആണ്. അത് ഒരു സീനും ഇല്ല, മറ്റേ സോഫയിലിരുന്നിട്ട് ചുമ്മാ എന്തോ മറ്റേ പാർവതിനോട് ഒരു മോണോലോഗ് പറയുന്നു. ഞാനിങ്ങനെ ദൈവമേ കണ്ണിൽ തന്നെ ഉണ്ട്, ഇതെങ്ങനെ ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ചേച്ചിയിൽ എത്ര സിനിമകളുണ്ട്, ഓരോന്ന് എടുത്തു പറയാൻ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ കുറേ സിനിമകളുണ്ട്. അതെ, അച്ചുവിന്റെ അമ്മ, പിന്നെ ഇതില് മൈക്കിൾ മദന കമരരാജാല് മറ്റേ സുന്ദരി, പിന്നെ 1 മുതൽ 0 വരെ, അല്ല സോറി 1 മുതൽ 0 വരെ അല്ല, ഇത് എനിക്ക് എപ്പോഴും പടം തെറ്റും. പൊന്മുട്ടയിടുന്ന താറാവ്, അതൊക്കെ ക്ലാസിക് സിനിമകളാണ്. അതൊക്കെ ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. എങ്ങനെയായിരുന്നു ഇൻടു മൂവീസ് പ്രിയമതയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എന്താണ്, ഒരു പാഷന്റെ പുറത്ത് മാത്രം ഫോളോ ചെയ്ത ഒരു കാര്യമാണ് മൂവീസ്. എന്താണ്, ഐ തിങ്ക് ഒരു 8th 9th ഒക്കെ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമായിരിക്കും ഞാൻ ചിലപ്പോൾ എന്താവണമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുമല്ലോ. എനിക്ക് ഈ ഒരു തോട്ട് കയറി, അതായത് ഒരു ജീവിതത്തിൽ പല പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന വേറെ എന്തുള്ള ആക്ട്രസ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ക്ലാസിക്കൽ ഡാൻസറാണ്, അമ്മ മലയാളിയല്ല, ഡാൻസിന് വേണ്ടി മാത്രമായിട്ട് കാലിക്കറ്റ് നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. അത്രയും പാഷനേറ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോൾ സൗത്ത് സോൺ കൾച്ചറൽ ഡയറക്ടറാണ്. അച്ഛന് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും കൾച്ചർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫാമിലിയിൽ നിന്നായത് കൊണ്ടാവാം എവിടേക്കും എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. മനസ്സിലായി. പിന്നെ സിനിമ എന്താ അറിയില്ല, എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സംതിങ് അബൌട്ട് സിനിമ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അതായത് ഓരോ സിനിമയിലും നമ്മൾ വേറൊരാളായിട്ട് ചെയ്യുന്നു, ഞാനല്ല, പ്രിയംവദയായിട്ടല്ല, വേറെ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നു. എനിക്ക് നോർമൽ ലൈഫിൽ കിട്ടാത്ത തരം എക്സ്പീരിയൻസസ് എനിക്ക് ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും. ഇതൊക്കെ ഒരു തരം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടായിരുന്നു.